പ്രകാശത്തെക്കുറിച്ചുള്ള പഠനമാണ് ഒപ്റ്റിക്സ്. പ്രകാശത്തിന് വേഗത ഏറ്റവും കൂടുതൽ ഏത് മാധ്യമത്തിൽ? ശൂന്യതയിൽ. പ്രകാശം ഏറ്റവും സാവധാനം സഞ്ചരിക്കുന്ന മാധ്യമം വജ്രം. പ്രകാശത്തിന് വേഗത കൂടുതൽ ശൂന്യതയിലാണെന്ന് കണ്ടെത്തിയത് ലിയോൺ ഫുക്കാൾട്ട്. പ്രകാശ വേഗത ഒരു സെക്കൻഡിൽ എത്ര കിലോമീറ്റർ ആണ്? പ്രകാശത്തിന്റെ വേഗത ഒരു സെക്കൻഡിൽ ഏകദേശം 3,00,000 കിലോമീറ്റർ ആണ്. പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് ഒരു പ്രകാശവർഷം. പ്രകാശത്തിന്റെ കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? സർ ഐസക് ന്യൂട്ടൺ. സൂര്യപ്രകാശം ഭൂമിയിൽ എത്തുവാൻ വേണ്ട സമയം 500 സെക്കൻഡ്, അതായത് 8 മിനിറ്റും 20 സെക്കൻഡ്. ചന്ദ്രപ്രകാശം ഭൂമിയിൽ എത്തുവാൻ വേണ്ട സമയം 1.3 സെക്കൻഡ്. പ്രകാശത്തെക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന കണങ്ങളെ, അതായത് ടാക്കിയോണുകളെ കണ്ടെത്തിയത് ആരാണ്? ഡോക്ടർ EGG സുദർശൻ. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം ആവിഷ്കരിച്ചത് ആരാണ്? ഹെൻറിച്ച് ഹെഡ്സ്. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിന് നൽകിയ വിശദീകരണത്തിന് 1921 നൊബേൽ സമ്മാനം നേടിയ ശാസ്ത്രജ്ഞൻ ആരാണ്? സർ ആൽബർട്ട് ഐൻസ്റ്റീൻ. സോപ്പ് കുമിളയുടെ തിളക്കത്തിന് കാരണമാകുന്ന പ്രതിഭാസം ഇന്റർഫെറൻസ്. റോഡിൽ വീണ് കിടക്കുന്ന പെട്രോൾ തുള്ളികളുടെ തിളക്കത്തിന് കാരണം ഇന്റർഫെറൻസ്. വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം പൂർണ്ണ ആന്തര പ്രതിഫലനം. മഴവില്ലിന് കാരണമാകുന്ന പ്രധാന പ്രതിഭാസം ഏതാണ്? പ്രകീർണനം. മഴവില്ല് എപ്പോഴും രൂപപ്പെടുന്നത് സൂര്യന് എതിർദിശയിലാണ്. മധ്യാഹ്ന സമയത്ത് മഴവില്ല് ഉണ്ടാകുന്നത് എപ്പോഴും കിഴക്ക് വശത്താണ്. മഴവില്ലിൽ ഏറ്റവും മുകളിൽ കാണപ്പെടുന്ന നിറം ചുവപ്പ്. മഴവില്ലിൽ ഏറ്റവും താഴെ കാണപ്പെടുന്ന നിറം വയലറ്റ്. ഉഷ്ണകാലത്ത് ടാറിട്ട റോഡിൽ ജലം കെട്ടിക്കിടക്കുന്നതായി തോന്നുന്നത് മരീചിക മൂലമാണ്. ജലാശയങ്ങളുടെ ആഴം കുറവായി തോന്നാൻ കാരണമാകുന്ന പ്രതിഭാസം അപവർത്തനം. ധവളപ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി പിരിയുന്ന പ്രതിഭാസം പ്രകീർണനം. പ്രകാശത്തിന്റെ ഘടകവർണ്ണങ്ങളിൽ തരംഗദൈർഘ്യം ഏറ്റവും കൂടുതലുള്ളത് ചുവപ്പ്. പ്രകാശത്തിന്റെ ഘടകവർണ്ണങ്ങളിൽ തരംഗദൈർഘ്യം ഏറ്റവും കുറവുള്ള നിറം വയലറ്റ്. ആവൃത്തി, ഊർജം, വിസരണം ഇവ കൂടുതലുള്ള ഘടകവർണ്ണമാണ് വയലറ്റ്. ആവൃത്തി, ഊർജം, വിസരണം ഇവ കുറവുള്ള ഘടകവർണ്ണമാണ് ചുവപ്പ്. പ്രാഥമിക വർണ്ണങ്ങൾ എന്നറിയപ്പെടുന്നത് നീല, ചുവപ്പ്, പച്ച. ദ്വിതീയ വർണ്ണങ്ങൾ എന്നറിയപ്പെടുന്നത് സിയാൻ, മജന്ത, മഞ്ഞ. പ്രാഥമിക വർണ്ണങ്ങൾ പരസ്പരം കൂട്ടിക്കലർത്തി ദ്വിതീയ വർണ്ണങ്ങൾ നിർമ്മിക്കാം. അതായത് ചുവപ്പും പച്ചയും കൂട്ടി മഞ്ഞ, പച്ചയും നീലയും കൂട്ടി സിയാൻ, നീലയും ചുവപ്പും കൂട്ടി മജന്ത.
എല്ലാ നിറങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന വസ്തു വെളുത്ത നിറത്തിൽ കാണപ്പെടുന്നു. എല്ലാ നിറങ്ങളെയും ആഗിരണം ചെയ്യുന്ന വസ്തു കറുപ്പ് നിറത്തിലും കാണപ്പെടുന്നു. ഒരു ചുവന്ന പൂവ് പച്ച വെളിച്ചത്തിൽ ഏത് നിറത്തിൽ കാണപ്പെടുന്നു? കറുപ്പ്. ഒരു ചുവന്ന വസ്തുവിനെ നീല ഗ്ലാസ്സിലൂടെ നോക്കിയാൽ അത് കാണപ്പെടുന്നത് കറുത്ത നിറത്തിലായിരിക്കും.